നമസ്കാരം, സനി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്ത സൂര്യ, നടിപ്പിൻ നായകൻ സൂര്യ നായകനാകുന്ന റിട്രോ. അപ്പോൾ നമ്മുടെ കാർത്തിക് സുബ്ബരാജും സൂര്യയും തമ്മിൽ ആദ്യമായിട്ട് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രതീക്ഷ ഉണ്ടായതാണ്. വേറെ ഒന്നുമല്ല, കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഡയറക്ടറാണ്. ചെയ്യുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം ക്ലാസ് പടങ്ങളാണ് ചെയ്തിട്ടുള്ള. മഹാൻ, പേട്ട, ജിഗർദണ്ഡ തുടങ്ങിയ ഫിലിംസുകളൊക്കെ, മെയിൻ പടങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ് പുള്ളിയുടെ. പിന്നെ നമ്മുടെ സൂര്യ, വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടർ ഇൻ കോളിവുഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ക്ലാസ്, ഒരു കിടു പടം തന്നെയാണ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുകയുള്ളൂ. അപ്പോൾ റിട്രോ കാണാൻ പോയപ്പോഴും ആ ഒരു പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് പോയത്. കിടിലൻ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാർത്തിക് സുബ്ബരാജിൻ്റെ ഒരു സിഗ്നേച്ചർ പതിഞ്ഞിട്ടുള്ള ഒരു കിടിലൻ ഫസ്റ്റ് ഹാഫാണ് എന്തായാലും പടത്തിലുള്ളത്. ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ്സ്റ്റർ ഒരു പ്രണയത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ ഡീസൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും ഈ പറഞ്ഞ രീതിയിൽ പഴയ ആ ഒരു അടി, വെട്ട്, കുത്ത്, കൊലപാതകമൊക്കെ നിർത്തി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു സ്ഥിരം ഫോർമാറ്റ് കഥ തന്നെയാണ് സംഭവം. ആ ഒരൊറ്റ ലൈനിൽ പറയുമ്പോൾ അതാണ് പടത്തിൻ്റെ പരിപാടി. പക്ഷേ അത് കാർത്തിക് സുബ്ബരാജ് ചെയ്തു വരുന്ന കഴിയുമ്പോൾ എങ്ങനെയാവുന്നുള്ളൂ. കാരണം അതിൻ്റെ ടാഗ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലവ്, ലവ്, വാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈനൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ കാർത്തിക് സുബ്ബരാജ് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ എന്തായിരിക്കും, സ്റ്റോറിയൊക്കെ ഇതാണെങ്കിൽ പോലും അയാളുടേതായിട്ടുള്ള ഒരു മേക്കിങ്ങിലേക്ക് വരുമ്പോൾ പടം വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആവുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. സൂര്യ, അതുപോലെ തന്നെ ജോജു, ഇവരുടെയൊക്കെ ഒരു എൻട്രി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തൊരു പടം. ഫസ്റ്റ് തന്നെ ഒരു സിംഗിൾ ഷോട്ട് വരുന്നുണ്ട്, ഒരു 15-20 മിനിറ്റ് ലെങ്ത്തുള്ള ഒരു സിംഗിൾ ഷോട്ട്, അന്യായമാണത്. അതിനകത്ത് ആ ഒരു സിംഗിൾ ഷോട്ടിൽ തന്നെ ഒരു പാട്ടും ഫൈറ്റും അവരുടേതായിട്ടുള്ള കുറച്ച് ഇമോഷണൽ സീൻസും ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഒരു വലിയൊരു ലെങ്തി സീനാണ്. ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ട്, കിടിലനായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾ വാവ്, സൂര്യ തിരിച്ചു വന്നു. അതായത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ കാർത്തിക് സുബ്ബരാജിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങും എല്ലാം കൊണ്ട് വന്നിട്ട് നമുക്ക് പടത്തിലേക്ക് നമ്മൾ ഇന്നാവേണ്. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടാവുന്ന പടം ഈ സൂര്യനെ നല്ല കിടിലനായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഞാൻ ഇതിൻ്റെ ഒരു സോങ് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. കാരണം ഒരു സൂര്യ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ സൂര്യ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ എന്തോ ആരോ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് ആ പാട്ടിൽ ഫീൽ ചെയ്യുക. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. പക്ഷേ അതിനൊരു വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് പടത്തിൽ. എന്താണ്, സൂര്യയുടെ ക്യാരക്ടറിന് വ്യക്തമായിട്ടുള്ള റീസൺ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ അത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഓക്കെയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പടം സൂര്യനെ നല്ല കിടിലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ജോജു ആണെങ്കിലും പെർഫോമൻസ് കൊണ്ടൊക്കെ സെറ്റ്. അതായത് നമുക്ക് ആ പടത്തിലേക്ക് നമ്മൾ ഇന്നാവാനായിട്ടുള്ള ഓരോ ഘട്ടമായിട്ട് പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലവ്, ഒരു ആ ടാഗ് ലൈനിൽ കൊടുത്തേക്കണ പോലെ ഒരു ലെയേഴ്സ് ആയിട്ടാണ് പടം തിരിച്ചേക്കണത്, ലവ്, ലവ്, വാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ലവ് ട്രാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഥയിലേക്ക് ഇൻവോൾവ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെയാണ്, സെറ്റാണ്. പടം നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടേഴ്സും എല്ലാ ഇമോഷൻസും നമുക്ക് കണക്റ്റ് ആയിട്ട് ഓക്കെയാണ്. ഫൈറ്റ് സീൻസും എല്ലാം വന്നു പോയി കഴിഞ്ഞ് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സൂര്യ ഞാൻ 2016 തോന്നുന്നു ലാസ്റ്റ് 24 കണ്ടപ്പോഴാണ് ഇതേപോലെ സൂര്യയുടെ എനിക്ക് അവസാനമായിട്ട് തിയേറ്ററിൽ കണ്ടിട്ട് ഒരു വാവ് ഫാക്ടർ തോന്നിയത്. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ റിട്രോ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓക്കെ നൈസ്, സൂര്യ എന്തായാലും ഇതൊരു ഹിറ്റായിരിക്കും, പുള്ളി കുറേ നാൾക്ക് ശേഷം ഒരു ഹിറ്റ് പടം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഫസ്റ്റ് ഹാഫ് കണ്ടു നിർത്തി. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പടം, അതായത് കൾട്ടിൽ നിന്നൊരു പടം നേരെ ഉൾട്ടടിച്ച് മലങ്കൾട്ടാവുകയാണ്. ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒന്നും പിടിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞു വെച്ചിരിക്കുന്ന കഥയിൽ നിന്ന് മാറിയിട്ട് വേറൊരു പ്ലോട്ടിലേക്ക് പടം നേരെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ അത് ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമകൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ പ്ലോട്ട് ചേഞ്ച് ചെയ്ത് നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് പ്രേക്ഷകന് കണക്ട് ആയില്ലെങ്കിൽ പടം മൊത്തത്തിൽ കഴിയുന്നു. ആ ഒരു സംഭവമാണ് റിട്രോയ്ക്ക് പിന്നീട് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഒരു തരത്തിലും കണക്റ്റ് ആവാത്ത ഒരു കാർത്തിക് സുബ്ബരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ. നമ്മൾ പല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില മുൻനിര തമിഴ് നടന്മാരെയൊക്കെ രക്ഷകൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കും, അവരുടെ പടങ്ങളൊക്കെ രക്ഷിക്കൽ പരിപാടികളൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് സെയിം ഈ കാർത്തിക് സുബ്ബരാജ് പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഒരു പടത്തിൽ നിന്ന് ഇതേപോലെ ഒരു രക്ഷകൻ ഫോർമാറ്റിലേക്ക് ഒരു കഥ പോവുകയും നായകനെ ഒരു ദൈവതുല്യമാക്കുകയും അങ്ങനത്തെ ഒരു കുറച്ച് പരിപാടികളിലേക്കൊക്കെ പോയി പടം മൊത്തത്തിൽ എന്താണോ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എന്താണോ പറഞ്ഞു പോയത് അതങ്ങോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ വേറൊരു തരത്തിലേക്ക് അത് മാറിപ്പോയി. അത് ഒട്ടും ആ പടത്തിന് എനിക്ക് അങ്ങനെ അനുയോജ്യമായിട്ട് തോന്നിയില്ല. അത് പടം തുടങ്ങുന്ന സമയത്ത് ചെറിയ ഹിന്ദികളൊക്കെ വയ്ക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. പക്ഷേ അത് ആ ഒരു പ്ലോട്ടിലേക്ക് പോയത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല പടത്തിന്. പെർഫോമൻസ് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൂര്യ ഫസ്റ്റ് ഹാഫിൽ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോജു നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജയറാം ഇപ്പോൾ നമ്മളെല്ലാം പറയുന്നത് അന്യഭാഷയിൽ നിന്ന് അഭിനയിച്ചിട്ട് വെറുതെ കോമാളി റോൾസാണ് ജയറാം ചെയ്യുന്നതെന്നുള്ളതിൽ. പക്ഷേ ഇതിനകത്തും അങ്ങനെ ഒരു ഫൺ ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ജയറാം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പുള്ളിയുടെ കുറച്ച് കോമഡി പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. ജയറാം നൈസായിരുന്നു പടത്തിൽ. പിന്നെ അതേപോലെ തന്നെ പൂജ ഹെഡ്ജെ സാധാരണ ഒരു നോർമൽ ഗ്ലാമറസ് റോളുകളാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒട്ടും ഗ്ലാമറസ് അല്ലാത്ത ക്യാരക്ടറുള്ള റോളാണ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ആ പടത്തിൻ്റെ
അതിൻ്റെ ക്വാളിറ്റി കൊണ്ടും അതുപോലെ തന്നെ പടത്തിൻ്റെ സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ ഉള്ള കാരണം ഇവരൊക്കെ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ എല്ലാം ഒരു അവിയൽ പരിവായി കയ്യിൽ നിന്ന് പോയേക്കുന്ന കാരണം ആരുടെയും ഈ പറഞ്ഞ രീതിയിൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സുഖകരമായിട്ട് തോന്നിയില്ല ഒന്നും. ജയറാം എക്സെപ്ഷൻ, ബാക്കി ആരും അങ്ങനെ ഒരു സുഖകരമായിട്ട് പിന്നീട് അങ്ങോട്ട് ആ ഒരു പടത്തിൽ തോന്നിയില്ല. ഞാൻ മെയിൻ ക്യാരക്ടേഴ്സിന് മാത്രം പറയുന്നത്, ബാക്കി പിന്നെയും ആളുകളൊക്കെ വരുന്നുണ്ട്, നാസറുണ്ട്, പ്രകാശ് രാജ്, അങ്ങനെയൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു മെയിൻ വില്ലൻ വരുന്നുണ്ട്, ആളുടെ പേര് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ആൾ എന്താണെന്നുള്ളത് ഞാൻ സെർച്ചും ചെയ്തില്ല. ആളുടെ പെർഫോമൻസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലാണ് വേണ്ടത്, വലിയ ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. എന്ന് വെച്ചാൽ ആൾ പ്രകടനം ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല, ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒരു സുഖകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സന്തോഷ് നാരായൺ. സിനിമയുടെ ഫസ്റ്റ് തന്നെ ഒരു പാട്ട്, സിംഗിൾ ഷോട്ടിൽ വരുന്ന പാട്ട് ഓൾറെഡി റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങാണ്, അത് നല്ല പാട്ടായിരുന്നു അത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് പരിപാടികളൊക്കെ ഒക്കെ ആയിരുന്നു. സൂര്യയുടെ എലിവേഷൻ സീൻസിനും മാസ് സീൻസിനും അതുപോലെ ഇമോഷൻ സീൻസിനൊക്കെ വരുന്ന ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പരിപാടികളൊക്കെ ഓക്കെ ആയിരുന്നു. സന അത്യാവശ്യം നന്നായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഐറ്റം സോങ് ഒക്കെ വരുന്നുണ്ട്, അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. സനയുടെ വർക്ക് സന അത്യാവശ്യം ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിടിലൻ പടം ആവുമെന്ന് പ്രതീക്ഷിച്ച് കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു സിനിമ, ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ച ഒരു സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മലങ്കൾട്ടിലേക്ക് മാറിയ ഒരു ചിരിപ്പടമായി. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലായിരുന്നുകൊണ്ടാണ് ഞാൻ അതൊരു ചിരിപ്പടമായി എന്നുള്ളത് പറയാനുള്ള എൻ്റെ റീസൺ. അപ്പോൾ സാധാരണ നമ്മൾ 90കളിലേക്ക് മലയാള സിനിമകളിലാണ് അവസാനമായിട്ട് കണ്ടേക്കുന്നത്. കാരണം പടം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ആരെങ്കിലും ഒരാൾ ഒരു കോമഡി പറയും, എല്ലാവരും കൂടി ചിരിക്കും, അങ്ങനെ ശുഭം എന്നെഴുതി കാണിച്ച് പടം അവസാനിക്കും. അങ്ങനെ വളരെ കാലത്തിന് ശേഷം 2025 ഒരു പടം അങ്ങനെ അവസാനിക്കുന്നത് ഞാൻ കണ്ടത്. വില്ലനും നായകനും ജൂനിയർ ആർട്ടിസ്റ്റും വഴി കൂടെ പോയവനൊക്കെ കൂടി ഒരുമിച്ച് ചിരിക്കുന്നു, ശുഭം എന്നെഴുതി കാണിച്ച് പടം അവസാനിക്കുന്നു. അതോടുകൂടി സന്തോഷമായി.